Hi guys, welcome to Amazing Taiwan. Hi guys, welcome to Amazing Taiwan. അങ്ങനെ നമ്മുടെ അടുത്ത രാജ്യം തൈവാൻ ആണ്. അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, അധികം ആരും ഇതിനെക്കുറിച്ച് പറയുന്ന പോലും കേട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് ഈ ഒരു അമേസിംഗ് കൺട്രി എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. മലേഷ്യ ആണോ, ബാങ്കോക്ക് ആണോ, ജപ്പാൻ ആണോ എന്നൊക്കെ പറഞ്ഞു. മൊറീഷ്യസ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നുമല്ല, തൈവാൻ ഇസ് എൻ അമേസിംഗ് പ്ലേസ്. ഈ സീരീസ് കഴിയുമ്പോൾ ഒരുപാട് പേർക്ക് തൈവാനിൽ വരണം എന്ന് തോന്നുന്ന കാര്യം ഉറപ്പാണ്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഈ വ്ളോഗിന്റെ ഈ സീരീസ് ഒരു പ്രത്യേകത ഉണ്ട്. തൈവാനിലെ ഫസ്റ്റ് വ്ളോഗിന്റെ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്ന വേദുവാണ്. കാരണം നമുക്ക് ഈ കിടിലൻ ബാക്ക്ഗ്രൗണ്ട് ലാൻഡ്മാർക്കും കിട്ടണ്ടേ. സോ ഇവിടുന്നാണ് തുടങ്ങുന്നത്. എല്ലാം ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് വെൽക്കം ടു അവർ അമേസിംഗ് തൈവാൻ സീരീസ്. നമുക്ക് 30 ദിവസം അടിച്ചു പൊളിക്കാം. കൈവേനിക്കുന്നു. എന്തൊരു നീട്ട അയ്യോയ്ക്ക്. ഇതെന്താ സംഭവം എന്നറിയോ? ഇതിന്റെ പേര് തന്നെ ഭയങ്കര ഫെമിലിയറിയാ. ചിയാങ് എന്ന പേര്. അതുകൊണ്ട് ഒരിക്കലും മറക്കില്ല. അല്ലെങ്കിൽ പേരൊക്കെ ഓർക്കാൻ പാടല്ലേ. അതെ, ഇത് ചിയാങ് കൈഷേക്ക് മെമ്മോറിയൽ ഹാൾ ആണ്. ഇത് ജസ്റ്റ് നമ്മുടെ താജ്മഹലൊക്കെ ഇല്ലേ, അതുവരെ ഇവിടുത്തെ ഒരാളുടെ മെമ്മറിക്ക് വേണ്ടി പണിതാണ്. ഇവിടുത്തെ താജ്മഹൽ എന്ന് പറയാം. ഇവിടുത്തെ പഴയ പ്രസിഡന്റിന് വേണ്ടി പണിതാണ്. തൈവാൻ പ്രസിഡന്റിന് വേണ്ടി മെമ്മോറിയൽ ഹാളായിട്ട് പണിതാണ്. ഇവിടുത്തെ തൈവാനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ലാൻഡ്മാർക്കാണ്. ഇതാണ് ആ മെമ്മോറിയൽ, ഇവിടുത്തെ താജ്മഹൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സൈഡിൽ മൊത്തം ബ്യൂട്ടിഫുൾ പാർക്സും ജോഗിങ് ട്രാക്സും ആണ്. ഒരു സൈഡിൽ ലൈബ്രറി ഉണ്ട്. ഇത് വേറൊരു കാര്യം അറിയോ, ഈ സ്റ്റെപ്സ് എത്ര ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. കാരണം സ്റ്റെപ്സിന് ഒരു പ്രാധാന്യമുണ്ട്. 89 സ്റ്റെപ്സ് ആണ്. എന്തായിരിക്കും? 89 ആളുടെ വയസ്സാണോ? മരിച്ചപ്പോൾ ഉള്ള വയസ്സാ. വലിയ കാര്യമൊന്നുമല്ല അത്. എന്റെ വേദുവാണ് സത്യം, എനിക്ക് ഒന്നും അറിയില്ല. 89 ഇയേഴ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ 89 സ്റ്റെപ്സ് വെച്ചിരിക്കുന്നത് മെമ്മോറിയലില്. ആയുധം താഴ്ത്തിട്ടല്ലേ. ഇതിന്റെ അകത്തുണ്ടല്ലോ എക്സിബിഷന്, ഗിഫ്റ്റ് സ്റ്റോഴ്സ്, എവറിത്തിങ് ഇസ് ദർ. ഇതൊന്നും പൈസ ഇല്ല, ഫുൾ ഫ്രീ ആണ്. ഓ, ഇതിന്റെ മുകളിലൊക്കെ കണ്ട. ഇത് ആക്ച്വലി ഉണ്ടല്ലോ, ഈ തൈവാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചൈന ജപ്പാൻ അങ്ങനെ രണ്ട് രാജ്യങ്ങളുടെയും പിടിയിൽ ഇട്ടിരുന്ന രാജ്യമാണ്. അപ്പൊ ആദ്യമേ ചൈനയുടെ കയ്യിലായിരുന്നു തോന്നുന്നു, അതിന് ജപ്പാന്റെ കയ്യിലായി, അതിന് വീണ്ടും ചൈന എടുത്തു, അത് കഴിഞ്ഞ് തൈവാൻ ഇൻഡിപെൻഡന്റ് ആയി. പക്ഷെ ഇവരിപ്പോഴും തൈവാൻ എന്ന് വേണമെങ്കിലും അവസാനിക്കാം, യുക്രൈൻ പോലെ. ജപ്പാൻ എടുക്കില്ല, ചൈനയുടെ ഭാഗമായിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും. ഇപ്പൊ മാപ്പിലൊക്കെ ചില നോക്കിക്കഴിഞ്ഞാൽ തൈവാനായിട്ടുള്ള രാജ്യത്തിന്റെ പേര് കാണില്ല, ചൈനയുടെ ഭാഗമായിരിക്കും. സോ ഇനി അറിയില്ല എപ്പോഴും, നമുക്ക് അതാണ് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ തൈവാനിൽ എത്ര കാലം വരാൻ പറ്റും എന്ന് അറിയില്ല. അല്ല, ഈ ഇതുണ്ടല്ലോ ആക്ച്വലി ശരിക്കും അകത്ത് അവര് മ്യൂസിയം അല്ലേ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ താജ്മഹൽ ഉണ്ടല്ലോ, താജ്മഹലിന്റെ അകത്ത് ഞാനൊക്കെ എന്താ വിചാരിച്ചു, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുള്ളതാ. ഞാനൊക്കെ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ അകത്ത് ബെഡ്റൂം, ബാത്റൂം, അറിയില്ലായിരുന്നു. പക്ഷേ താജ്മഹലിന്റെ അകത്തും ഇതുമാതിരി ഒരു മ്യൂസിയം വെച്ചിരുന്നെങ്കിൽ ഇന്ത്യൻ കൾച്ചേഴ്സ് ഒക്കെ വെച്ച് നല്ല ടൂറിസ്റ്റിന് കാണാനും, ജസ്റ്റ് ഒരു ടോംബ് മാത്രമല്ലാതെ അല്ലേ. ഓ, ആക്കണോ, ടൂറിസം മിനിസ്റ്റർ ആക്കണോ? അയാള് ഗ്രാൻഡ് നോക്ക് പ്രിയ മേളില് അല്ലേ, സീലിംഗ് ഒക്കെ വുഡ് ആയിരിക്കും. വുഡില് ഒരു പെയിന്റിംഗ് ചെയ്തു, കൊത്തുപണി എന്തോ ചെയ്തു. അകത്ത് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്, കാണണോ? കാണാലോ നമുക്ക്. എനിക്ക് വലിയ താല്പര്യമില്ല, അതൊന്നും കാണില്ല. ഇതായിരിക്കും പെയിന്റിങ്സ് ആയിരിക്കും. ഇത് ഫസ്റ്റ് ഫ്രീഡം സ്പീച്ച് ആണ്, തൈവാൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഫ്രീഡം സ്പീച്ച് ആണ്. ഇത് നമ്മൾ കണ്ട ഹാളില്ലേ, ഫ്രണ്ടിൽ കൂടെ കയറി വന്നില്ലേ, ആ ഏരിയ ആണത്. മനസ്സിലായോ?
അതിന്റെ ഡോർ ഗേറ്റ് നമ്മൾ വന്ന വഴി. ആൻഡ് ഇവിടെയാണ് ഇപ്പോഴും ആൾക്കാർ ലൈക്ക് VIP-സിനെ, ഗവൺമെന്റ് ഒഫീഷ്യൽസ്, വേറെ ഫോറിൻ അംബാസിഡേഴ്സ്, പ്രസിഡൻസ് ഒക്കെ വരുമ്പോൾ ഇവിടെ റെഡ് കാർപ്പറ്റ് വിരിച്ചാണ് ഇവിടെയാണ് റിസീവ് ചെയ്യുന്നത്. ഫങ്ഷൻസ്, സെറമണീസ് ഒക്കെ ഇതാ. എന്തൊരു പ്രൗഡ് മൂവ്മെന്റ് ആയിരിക്കല്ലേ ഇത് തൈവാന്റെ. ഞാൻ പറഞ്ഞില്ലേ അകത്ത് കയറാന്ന്, ഇതിലല്ലേ പറഞ്ഞ കയറണ്ടാന്നും ഇപ്പൊ കാണുമായിരുന്നോ? ഇല്ല. തൈവാൻ പ്രസിഡന്റ് ഉപയോഗിച്ചിരുന്ന കാറ്, അമ്പോ അത് കാണാനുള്ള യോഗം കിട്ടിയില്ലേ? സത്യം, അടിപൊളി. ഇതൊക്കെ നമ്മളെ ഡ്രസ്സൊക്കെ കാണാം. എനിക്ക് അതാ മ്യൂസിയം കാണാൻ ഇഷ്ടം. പക്ഷെ ഇതൊന്നും എൻട്രൻസ് കോസ്റ്റ് ഇല്ലല്ലോ, ഫ്രീ ആണല്ലോ. ഡ്രസ്, കാറ്, ഓർണമെന്റ്സ്. കാറിന് നീട്ടം നോക്ക് പറയാ, സൈഡിൽ വന്ന് നോക്ക്. കാഡിലാക്ക് എന്ന് പറഞ്ഞ വണ്ടിയാ, അമേരിക്കൻ ബ്രാൻഡാണ്. എൻ്റെ അമ്മോ, ഇന്ന് ഇതിന്റെ മുക്കാ ഭാഗമുള്ള വണ്ടി പോലും കാണില്ല. ഇതാണ് ചിയാങ്, പ്രസിഡന്റ് ചിയാങ്. അതല്ല ഇതിന്റെ മെമ്മോറിയൽ ഹാള് വന്നേ. ഇത് ഇട്ട ഡ്രസ്സ്. പക്ഷെ ഇതിനൊക്കെ കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ആചാരം എന്താണെന്നറിയോ? ചിയാങ്ങിന്റെ വൈഫിനെ വിളിക്കുന്നത് മാഡം ചിയാങ് എന്നാ. അപ്പൊ ഇനി തൊട്ട് പ്രിയനെ വിളിക്കേണ്ടത് മാഡം ദില്ലുന്ന്, മനസ്സിലായോ? വേണ്ട, മാഡം ദില്ലെന്ന് വിളിച്ചത്. ഇത് ഷോപ്പിൽ വരുന്ന എല്ലാരും പ്രിയനെ മാഡം ദില്ലു ഇല്ലേന്ന് ചോദിക്കണേ. അപ്പൊ നമുക്ക് അറിയാലോ തൈവാനീസ് വ്ളോഗ് കണ്ടിട്ടുണ്ടോ ഇല്ലയോ? അത് അതെ, അങ്ങനെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും തൈവാൻ വ്ളോഗ് കണ്ടിട്ടുണ്ട്. അതെ. ഇത് എന്താണെന്നറിയോ? ഡയറക്റ്റ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താ കണ്ടിട്ട്? ഞാൻ ഇങ്ങനത്തെ ഫോൺ ആദ്യമായിട്ടാണ്. അല്ല, ഇതിലെന്താ ഇല്ലാത്തത്? ഡയൽ ചെയ്യാനൊന്നുമില്ല. ഒറ്റ നമ്പറിലേക്ക് പോകുള്ളൂ, നേരിട്ട് എമർജൻസി പ്രസിഡന്റിന് അല്ലെങ്കിൽ ലീഡർ ഓഫ് ദി മിലിറ്ററിയിലേക്ക് പോകാനായിട്ട്. മനസ്സിലായോ? സോ വേറെ ആൾക്കും ഒരു കണക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കാണാനും പഠിക്കാനാണെങ്കിൽ ഒരു ദിവസം സമയം എടുക്കും. പക്ഷെ എനിക്കൊന്ന് എന്തായാലും ഒന്ന് മസ്റ്റ് വിസിറ്റ് അല്ലേ, റഫായിട്ടൊന്ന് നോക്കിയിട്ടെങ്കിലും പോകാനായിട്ട്. എന്താ തൈവാൻ എന്നുള്ളത്. പ്രസിഡന്റ് ഇരുന്ന് മീറ്റിംഗ് കൂടുന്നു. ശരിക്കും അതുപോലെ ഇല്ലേ? ശരിക്കും ഇതുമാതിരിയൊക്കെ നമ്മുടെ നാട്ടിൽ വയ്ക്കണോ അല്ലേ? മഹാത്മാഗാന്ധി ഇങ്ങനെ ഇരുന്ന് അതൊക്കെ ഉണ്ടല്ലോ. ഐ സെഡ് ഇൻസൈഡ് താജ്മഹൽ. നമ്മുടെ ഒന്നും വെക്കാൻ പറ്റില്ല. ഇതിന്റെ കുഷൻ കവേഴ്സ് ഒക്കെ കണ്ട പഴയ ചൈനീസ് രീതിയിലുള്ള കവേഴ്സ് പോലെ ഇല്ലേ? ഇത് ഡോറിമോന്റെ എക്സിബിഷൻ വരെ ഉണ്ട് ഇതിന്റെ അകത്ത്. ഡോറിമോൻ എന്ന് പറയുന്ന ഒരു പോക്കിമോൺ പോലത്തെ ഒരു ക്യാരക്ടറാ ഡോറിമോൻ. ഭയങ്കര ഫണ്ണിയാ. ഞാൻ കുറച്ച് എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ട്. അതിന്റെ എക്സിബിഷൻ പോക്കിമോൻ ജപ്പാനാ. ഈ ഡോറിമോനും ജപ്പാനാ, എല്ലാം ജപ്പാനാ. എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട് ഇങ്ങനെ എക്സിബിഷന്. സോ ഒരു മെയിൻ തിങ് എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റിന് വരുമാനം കിട്ടും. അവരിപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് എക്സിബിഷൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും വരില്ല. ഇങ്ങനത്തെ സ്ഥലത്ത് വെച്ച് കഴിയുമ്പോൾ ഇവിടെ വരുന്നവരും കയറും, അവർക്കും ഒരു ഇൻകം ഉണ്ട്. ആ സമയത്ത് അവർക്ക് ഹാളിന്റെ റെന്റും ഇല്ലാന്നാണ് കേട്ടത്, അവരുടെ ആർട്ട് വർക്ക് സെലക്റ്റഡ് ആവുകയാണെങ്കിൽ. സോ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും കൂടെ ഉള്ളൊരു ഇനീഷ്യേറ്റീവാണ്. ഷോ ഇങ്ങനത്തെ ഒക്കെ സ്ഥലം ഉണ്ടെങ്കിൽ പ്രിയയുടെ ആർട്ട് വർക്ക് ഒക്കെ എത്ര പേർക്ക് കാണായിരുന്നു. ഡാൻസ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ അത് ഇതുപോലെ വെച്ചിട്ട് പോകാൻ പറ്റുമോ? അങ്ങനെ നമുക്കൊരു പ്രിയയുടെ ഡാൻസ് പരിപാടി ടിക്കറ്റ് വെച്ച് നടത്തിയല്ല ആൾക്കാർ വരുമോ? എന്തിനാ വെറുതെ നാട്ടിക്കില്ല? എന്താ അപ്പൊ അത്രേ ഉള്ളൂ കഴിവ്. എന്റെ ഡാൻസ് കാണാൻ ടിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ വരൂ, വന്ന് കാണൂ, സന്തോഷിക്കൂ, ഹാപ്പി ആയിട്ട്. ഞാൻ നോക്കട്ടെ, പ്രിയയുടെ ഒരു ഡാൻസ് പ്രോഗ്രാം വെക്കണം എന്നുള്ളവര് കമന്റ് ചെയ്യാം. പിന്നെ അത് മതി ദില്ലുവിന് പറയാം. വരുന്നുള്ളവര് ഉറപ്പാണ്. ഡാൻസ് ടീച്ചർ വരും, ഡാൻസ് സ്കൂളിലെ സ്റ്റുഡൻസ് എല്ലാരും വരും. നോക്കാലോ, നിങ്ങൾ വരും. ഒരു 50-100 പേരുടെ പരിപാടി ടിക്കറ്റ് വെച്ചിട്ട്. എന്താ പ്രിയയുടെ ഡാൻസിന്റെ വരും. ടിക്കറ്റ് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് വന്നു കണ്ടോ. പ്രിയതേ ബ്രൈഡൽ ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കുന്നു. അവർക്കൊരു ഹാപ്പി മാരീഡ് ലൈഫ് ഇന്ത്യയുടെ വക. അവരെന്തിനാ ഇത്ര ദൂരെ നിൽക്കുന്നത്? ലിബിനും മീറ്റനെ പോലെ ഒരു കെമിസ്ട്രി ഇല്ല ഇവർക്ക്. നമ്മൾ കെമിസ്ട്രി ഉണ്ടാക്കി കൊടുക്കണം. ഇവരെ കൊണ്ടുപോവാനാ മൂന്നാർ കെമിസ്ട്രി ഉണ്ടാവാൻ. ഇപ്പൊ ഭയങ്കര കെമിസ്ട്രി ആയിട്ടാ ലിബിന്. ഒരു ഊഞ്ഞാല് 2 പേര്, ഒരാളല്ല 2 മുഖത്തോട് മുഖത്തോടൊക്കെ നോക്കി ഫോട്ടോസ് ഒക്കെ എടുത്ത് അയച്ചു തന്നു. ആണ് മെയിൻ സംഭവം. അകത്ത് കേറിയാ കാണാം. കേറ് ബാ. 89 സ്റ്റെപ്സ്. 89 സ്റ്റെപ്സ്. അപ്പൊ ഒന്നും കൂടെ എണ്ണം ചെയ്യാലോ. പിന്നെ ബാ, എനിക്ക് ഉറപ്പുണ്ട് 89 ഉണ്ട്. എന്നാലും പറയാ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ചിയാങ് പ്രസിഡന്റിന്റെ ടൂമിനകത്ത് കേറിയില്ലെങ്കിൽ നാണക്കേടല്ലേ? Are you serious? പിന്നെ ഇത് കൊച്ചു കുട്ടികൾ വരെ കേറുന്നു. പിഞ്ചു കുട്ടികള്. ഞാൻ പിഞ്ചു കുട്ടിയാ? ഒരു കാലത്ത്
എല്ലാവരുടെയും ചോദ്യമായിരിക്കും കേട്ടോ, വേദുവിന് എന്തിനാ പ്രാമത്? നമ്മുടെ ഡെയിലി ഈ ഒരു 10 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 8 കിലോമീറ്റേഴ്സ് ഒന്നും ഒരു കുഞ്ഞിനെ നമുക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ല, അവനെ കൊണ്ട് നടത്തിപ്പിക്കാനും പറ്റില്ല. നമ്മുടെ ജോലിയുടെ ഭാഗമായി പോയി, അതുകൊണ്ടാണ് പ്രാം. ഇനി പറ്റുമെങ്കിൽ ഭാര്യയ്ക്കും കൂടെ ഒരു സംഭവം നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാം അത് പക്ഷെ 1.5 സംഭവം എനിക്കത് പ്രിയയുടെ ലൈഫിലെ ബെസ്റ്റ് പർച്ചേസ് ആയിരിക്കും വാങ്ങുവാണെങ്കിൽ. ഞാൻ വാങ്ങാൻ പോവാ, ഇത്രയും നടക്കണം. എന്നോട് പ്രിയക്ക് കാലിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടിട്ട് കാലിന് വലിയ പ്രശ്നമൊന്നുമല്ല. അങ്ങനെയല്ല, ഒരു ചെറിയ അങ്ങനെ ശരിയാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ഇത്രയും ദൂരം വ്ലോഗ് ചെയ്യുമ്പോ നമുക്ക് ഒരു മാസം ഡെയിലി ആർക്കായാലും നടക്കാൻ പറ്റില്ല. എനിക്ക് പറ്റും, അന്തോനും പറ്റും. അതായത് എനിക്ക് പറ്റത്തില്ല. വെളി കയറി വരുമ്പോ കണ്ട ഇതാണ് പ്രസിഡന്റ്. ഇവിടുത്തെ പക്ഷെ മെയിൻ തിങ് വേറെ എന്താണെന്ന് അറിയോ, ഈ ഗാർഡിൻ്റെ ചേഞ്ച് ഓഫ് ഗാർഡ്സിൻ്റെ സെറിമണി ഉണ്ട്. അത് എപ്പോഴാണെന്ന് എനിക്കറിയാം, എനിക്കത് എല്ലാം 1 മണിക്കൂർ ഇടവിട്ടാന്ന് തോന്നുന്നു. അത് ഭയങ്കര രസമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓ, ആ ഇരിപ്പിൽ തന്നെ ഒരു പവർ തോന്നിക്കല്ലേ. ഞാൻ ഇങ്ങനത്തെ വേറെ കണ്ടിരിക്കുന്നത് എബ്രഹാം ലിങ്കൻ്റെയാണ്. ഓളല്ല കേട്ടാ, അവർ ശരിക്കുള്ള ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത് അനങ്ങാതെ. ഷോ, നമ്മളവിടെയൊക്കെ ഒരു 5 മിനിറ്റ് അടങ്ങാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ഇവരുടെ ഡിസിപ്ലിൻ. എന്തായാലും മേളിൽ കയറി വരണം, ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ മടി പിടിച്ചിരിക്കരുത്. അത് കൊള്ളാലോ. ആരുടെ സൈക്കിൾ അത്? ആ കുട്ടിയുടെ എനിക്ക് ബെസ്റ്റ്. സോറി, ഏതോ കുട്ടിയുടെ സൈക്കിളൊക്കെ എടുത്തോണ്ട് കൊടുക്ക്. എന്തൊരു സ്ട്രക്ചർ അല്ലേ. ഡാൻസ് പ്രാക്ടീസ് നടക്കും. ഇത് തിയേറ്ററാ, നാഷണൽ തിയേറ്റർ. അതിന് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ വെളിയിലൊക്കെ സാധാരണ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ അവർ സാധാരണ കൾച്ചറൽ അങ്ങനത്തെ സംഭവമല്ലേ ഉള്ളൂ. ഇത് ഹിപ്പ് ഹോപ്പും പ്രാക്ടീസ് ചെയ്യാം, അകത്ത് ഹിപ്പ് ഹോപ്പ് പെർഫോമൻസ് കാണും. ഇവർ ഭയങ്കര ലിബറൽ സൊസൈറ്റി കേട്ടാ തൈവാൻ അല്ലേ. ഒരു അങ്ങനെ റെസ്ട്രിക്ഷൻസും അങ്ങനെ ഒന്നും ഇല്ലാതെ കേട്ടു വന്നിരിക്കുന്നത്. പ്ലേ ഗ്രൗണ്ട് പോലെ എവിടെയെങ്കിലും സമ്മതിക്കും ഇങ്ങനെയൊക്കെ. അവരുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് സ്ഥലത്തൊക്കെ വന്നിട്ട് പ്ലേ ഗ്രൗണ്ട്, പാട്ട്, ഹിപ്പ് ഹോപ്പ്, ഫുഡ്, പിക്നിക്ക്. ഇത് ആൾക്കാർ അവിടെ ഇത് കണ്ട ചെയറൊക്കെ ഇട്ട് പിക്നിക് കൂടുന്ന നല്ല വൈബ്. പറ്റിയ സ്ഥലം, ഫ്രീ ആയിട്ട് സിറ്റിയുടെ നടുക്ക് വന്ന് ഇങ്ങനെ ചെയ്യാൻ. പിന്നെ അപ്പൊ എന്തായാലും ഫസ്റ്റ് ലാൻഡ്മാർക്ക് അടിപൊളി അല്ലേ. തൈവാൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന തൈവാനും ജപ്പാനും കൊറിയയും ഒക്കെ സ്ട്രക്ചർ വൈസ് ഓൾമോസ്റ്റ് സെയിം പാലസസ്. കുറച്ചൊക്കെ അതെ, കൊറിയയിൽ കണ്ട പാലസ് അതുപോലെ ഉണ്ട്. കാരണം എന്താണെന്നറിയോ, ഇതൊക്കെ ജപ്പാൻ പണ്ട് ഭരിച്ച സ്ഥലമല്ലേ, അതുകൊണ്ടാണ് ജാപ്പനീസ് ഇൻഫ്ലുവൻസ് എല്ലായിടത്തും വന്നിരിക്കുന്നത്. ഇപ്പൊ വരാൻ ആക്ച്വലി CKS മെമ്മോറിയൽ ഹോൾ സ്റ്റേഷൻ എന്ന മെട്രോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ അവിടെ നിന്നുള്ള ലൈനിലില്ല. അതാ മനസ്സിലായി, നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് നമ്മുടെ മെമ്മോറിയൽ എല്ലാം കാണാൻ പറ്റും. 30 രൂപ 40 രൂപ ഉള്ളൂ മെട്രോൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത ബ്ലോഗിലായിട്ട് പറയാം. പക്ഷെ ഭയങ്കര കൺവീനിയന്റ്. ഇനി നമ്മൾ നേരത്തെ വന്ന മെട്രോ നടന്നു അത്രയൊന്നും ഇല്ല, 800 മീറ്റേഴ്സേ ഉള്ളൂ. പക്ഷെ ദുബായിന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് എന്താ മനസ്സിൽ വരുന്നത്, കാണേണ്ട സ്ഥലം? അതുപോലെ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ടൈപ്പേ 101 എന്ന് പറഞ്ഞാൽ പണ്ട് ബുർജ് ഖലീഫ വരുന്നതിനൊക്കെ മുമ്പ് വേൾഡിലെ ടോളസ്റ്റ് ബിൽഡിംഗ് ആയിരുന്നു. ആൻഡ് ബുർജ് ഖലീഫയുടെ അടിയിൽ ഒരു അടിപൊളി മോളില്ലേ, ഇതിന്റെ അടിയിൽ ഒരു അടിപൊളി മോളുണ്ട്. നേരെ അങ്ങോട്ട് പോവാം. അത് മസ്റ്റ് വിസിറ്റ് ആണ്. ഫസ്റ്റ് ഡേ ആൾക്കാർ വന്നാൽ ചെയ്യുന്ന സംഭവം ഇതും അതും. പപ്പ, ഈ മാസം ഡിറ്റർജന്റ് കൊണ്ട് സേവ് ചെയ്ത കാശ് എനിക്കുള്ള പോക്കറ്റ് മണിയാണ്. ഓരോ അലക്കും ഇനി അനായാസം സ്കോട്ട് പവർ ലിക്വിഡ് ഡിറ്റർജന്റ് വെറും 299 രൂപയ്ക്ക്. ഇത് കണ്ടോ എന്തൊരു വീതി, റഷ്യയിലെ മെട്രോ സ്റ്റേഷൻ പോലെ ഉണ്ട്. കുറച്ച് പഴയ പക്ഷെ ക്ലീൻ ആണ്, ഭയങ്കര ക്ലീൻ ആണ്. ഈ സൈഡിൽ കൂടെ നടക്കാൻ, ഈ സൈഡിൽ കൂടെ തിരിച്ചു പോകാനായിട്ട്. Once again, welcome to amazing Taiwan. Weather better ആയില്ലേ? മേളി നോക്ക്. ടൈപ്പേ 101. എന്തേ അടിപൊളിയല്ലേ? ലൈവ് മ്യൂസിക്. ഇതൊരു ഹാപ്പനിങ് പ്ലേസ് ആണ്. അടിയിലെ മോളാണ്. നമ്മളൊന്ന് കയറി കഴിച്ച് കണ്ടിട്ടൊക്കെ ബാക്കിയുള്ള ഇതൊക്കെ ഈ ഏരിയ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. വന്ന് കയറുന്ന തന്നെ ഫുഡ് ഹാളിലേക്കാ, ഫുഡ് കോർട്ട്. കറക്റ്റ് സ്ഥലത്താണ് കയറിയത്. കോഫിയുടെ വേണം അല്ലേ. തൈവാൻ ഇത് കാണിക്കുന്ന കാരണം എന്താ അറിയോ, നിങ്ങളുടെ റേറ്റ്സ് ഒന്ന് അറിയാൻ. ഒരു മെയിൻ മോളിൽ വന്നതിൻ്റെ റേറ്റ്സ് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത് കാണിക്കുന്നത്. സോ ഒരു ഷ്രിംപ് ആൻഡ് റൈസ് ഒക്കെ ഏകദേശം ഒരു 500 റുപ്പീസ്,
പക്ഷെ ഒരാൾക്കുള്ള നല്ല പോർഷൻ കാണും. ആലോചന ഏറ്റവും നല്ല മോഡലാണ്. സോ കമ്പയർഡ് ടു ജപ്പാൻ ആൻഡ് കൊറിയ, തൈവാൻ ഇസ് മച്ച് ചീപ്പർ. പക്ഷെ ഫുഡ് ഇസ് സ്റ്റിൽ അമേസിംഗ്. വേറെ ഗുണം എന്താണെന്ന് പറയുക, തൈവാൻ്റെ എല്ലാ രാജ്യത്തെയും ഫുഡ്, എസ്പെഷ്യലി സൗത്ത് ഈസ്റ്റ്, ചൈന, ജപ്പാൻ, വിയറ്റ്നാം ഫുഡ്, തായ്ലൻഡ് എല്ലാം കിട്ടും. എനിക്കൊന്നൊരു ആവറേജ് ഞാൻ ഇവിടെ കണ്ടുവരുന്ന ഏകദേശം എല്ലാം ഒരു 400 റുപ്പീസിൻ്റെ ഡിഷസ് ആണ്. 350 to 400 റുപ്പീസാണ് കാണുന്നത്. പക്ഷേ ഇതിൽ എക്സ്പെൻസീവ് ആയിട്ട് കാണുന്നത് ആസ് യൂഷ്വൽ എബ്രോഡ് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് അറിയോ, ഇന്ത്യ. ഒരു തന്തൂരി ചിക്കൻ്റെ ഒരു ക്വാർട്ടറിനൊക്കെ 700 റുപ്പീസാണ്. എന്നാലും കമ്പാരിറ്റീവ്ലി ഓക്കെയാണ്. പ്രിയയ്ക്ക് തൈവാനിലെ ഫസ്റ്റ് മീല് ഷ്രിംപ് റൈസ് ആണ്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഷ്രിംപ് റൈസ് ആണ്. പക്ഷേ ബാക്കിയുള്ള ഒന്നും എന്താ എന്നോട് ചോദിക്കരുത്, എനിക്ക് ഒരു ഐഡിയ ഇല്ല. അതിൻ്റെ കൂടെ കുറേ അക്കമ്പനിയൻസ് തന്നിട്ടുണ്ട്. അയ്യേ, ഇപ്പൊ കിട്ടും രസഗുള്ള. എന്താന്ന് നോക്കട്ടെ, ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അതിന് ഏറ്റവും പാടെന്താ അറിയോ, ഓർക്കില്ല. ഒരു ടിപ്പ് കൂടെ പറയാനുണ്ട്. ഞങ്ങള് തായ്വാനില്, ജപ്പാനില്, ചൈനയിലൊക്കെ പോകുമ്പോ ചൈന കുഴപ്പമില്ല, ഫോക്കായിട്ട് വേണം ഇറങ്ങാൻ, അല്ലേ? ഫസ്റ്റ് മീല് തന്നെ ഇതൊന്നും എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇതൊരു ബട്ടർ ഗാർലിക് ഷ്രിംപ് ആണ്. നല്ല സോഫ്റ്റ് ഫ്ലഫി റൈസിൽ. ആൻഡ് ഷ്രിംപ് നല്ല ഫ്രഷ് ആണ്, ഭയങ്കര ഫേം ആണ്. ഇറ്റ് സോ ഗുഡ്, ഭയങ്കര നല്ല മീല്. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് പ്രിയക്ക് പറഞ്ഞു, കാരണം ഫസ്റ്റ് ഡേ അല്ലേ, വെറുതെ ഫ്ലേവേഴ്സും സ്പൈസൊക്കെ കൊടുത്ത് പ്രശ്നമാക്കണ്ടെന്ന് വിചാരിച്ചു. ബേബി ഫുഡ് അല്ലേ, ഭയങ്കര ഇഷ്ടപ്പെടും. ഇതെന്താന്ന് നോക്കട്ടെ. എന്താന്നറിയില്ല. വെജിറ്റേറിയൻ ആണ്. വെജാണോ, സോയ വല്ലതായിരിക്കും. സോയ ആണെന്ന് തോന്നുന്നു. ഒരു ഫ്ലേവർ ഇല്ലാത്ത സാധനമാണെങ്കിൽ സോയ. അല്ല, നല്ല ഫ്ലേവർ ഉണ്ട്. ഇതെന്താ? ഇത് ജിഞ്ചർ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതിന് ഫ്ലേവർ വേണമെങ്കിൽ അതിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ജിഞ്ചറാണ്. അതെടുത്തിട്ട് ടോട്ടലി എങ്ങനെയുണ്ട്? ഇത് സൂപ്പറാ. ഏത്? ഇത് ഈ സാധനം റൈസ്, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊരു മിസോ സൂപ്പ് എന്ന് പറയും. നല്ല സൂപ്പാ, മിസോ സൂപ്പും അതിന്റെ കൂടെ പ്ലെയിൻ റൈസ് ബോൾ. ഇവിടെ തൈവാനീസ് ഫുഡ് ട്രൈ ചെയ്യണം പണ്ടായിരുന്നു. അവിടെ കിട്ടിയ ഫ്രൈസ് കണ്ട. തൈവാനീസുകാർക്ക് വെജസ്, ഈ തൈവാനീസുകാർക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. എന്താ അല്ലേ, ഞാൻ ഇത് കണ്ടുകൊണ്ട് മാത്രം മെക്ഡോണൽസിൽ കയറിയ കാര്യം. സ്വീറ്റ് പൊട്ടറ്റോ, നമ്മുടെ ബെൽജിയം ഫ്രൈസ് ഒക്കെ സൂപ്പറാന്ന് പറയില്ലേ, അതൊക്കെ മാറി നിൽക്കും ഇതിന്റെ വെച്ച്. കഴിച്ചോ? അത് കഴിക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് തലയും കുത്തി താഴെ വീണത്. അത് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് കഴിക്കുന്നതാണ് ബുദ്ധിമുട്ട്. ഓ, ഇങ്ങനെയാണെങ്കിൽ കഴിക്കാതിരിക്കുന്നതല്ലത്. ഇഷ്ടപ്പെട്ടത് എന്താ? അത് സോയാണോ? സോയാന്ന് എനിക്ക് തോന്നുന്നത്. ട്രൈ ചെയ്ത് നോക്കണം വിചാരിച്ചു. സിഗ്നേച്ചർ ബർഗർ ആണ്. എന്നാൽ ഇവിടെ ഒരു പ്രീമിയം തൈവാനിൽ മാത്രം കിട്ടുന്ന മെക്ഡോണൽസ് ബർഗർ. ഇത് ആ പാക്കേജിംഗ് ഒക്കെ എന്തൊരു അടിപൊളിയാണ്. ഓ മൈ ഗോഡ്, ഈ ബൺ നോക്ക്, ഇത് സോ സോഫ്റ്റ്, സോ സ്മൂത്ത്. അതൊക്കെ ഈ ബണ്ണുണ്ടല്ലോ, ഞാൻ വെച്ച പ്രിയയുടെ സ്കിന്നാണ് സോഫ്റ്റ് എന്ന്. പക്ഷെ ഈ മെക്ഡോണൽസിൽ ഈ ബണ്ണാണ് പ്രിയ സോഫ്റ്റ്. തൊട്ട് നോക്കുന്നത്, ഓ ബേബീസിന്റെ സ്കിൻ പോലെ ഉണ്ട്. ഓക്കെ, പക്ഷെ ഇത് ബണ്ണ്, അകത്ത് മഷ്റൂം, നല്ല ആംഗസ് ബീഫ്, ചീസ്. തൊട്ട് നോക്ക്, വേദു പോലെ അത്. ഇനി ഇത് കഴിച്ചു നോക്കട്ടെ. സച്ച് എ പ്രീമിയം പാക്കിംഗ്. ഈ വെജിറ്റബിൾസ് എന്തൊരു ഫ്രഷ്. oh my god, നോക്ക്, ചെടികളുണ്ടല്ലോ. അമേസിങ് ഫ്രഷ് മഷ്റൂം. ആദ്യമായിട്ട് മെക്ഡോണൽസിന്റെ ബർഗറിന്റെ ആ പാറ്റി കാർഡ്ബോർഡ് പോലെ തോന്നിക്കുന്നില്ല, എന്തെങ്കിലും ഒരു ഫ്ലേവർ ഉണ്ട്. ഓബിയസ്ലി നമ്മുടെ മറ്റേ ബർഗേഴ്സിന്റെ അത്രയൊന്നും വരില്ല. നാട്ടിലെ ബർഗറിങ് ഒക്കെ മച്ച് ബെറ്റർ ആണ്. എന്നാലും മെക്ഡോണൽസ് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. നോട്ട് വെരി എക്സ്പെൻസീവ്, ഈ ഒരു പ്രീമിയം ബർഗർ ആയിട്ട് വരാം.
ഒത്തന്റിക് തൈവാനീസ് സംഭവം ഒന്നും ടേസ്റ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കണ്ട. ഇത് തൈവാനീസ് ഡിസേർട്ട് ആണ്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഗസ് ചെയ്യാൻ പറ്റും? 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ആ പറ. ഒരിക്കലും guess ചെയ്യില്ല. അല്ല. അയ്യടാ, ഇഡ്ഡലി സാമ്പാർ. ഇത് കരിക്കാണോ? അല്ല, ഞാൻ പറയാം. പീനട്സ്, ടോഫു പുഡിംഗ് ആൻഡ് ടാപ്പിയോക്ക. കപ്പ. അത് തന്നെയാ ബോബയുടെ ഒരു വേറെ വേർഷൻ. ലിക്വിഡ് അത് സിറപ്പായിരിക്കും. ഭയങ്കര ഹെൽത്തി. ഇതാണ് ഇവരുടെ മെയിൻ ഡിസേർട്ട്. ഭയങ്കര ഹെൽത്തി അല്ലേ? മുഖം ചുളുകി. ഹെൽത്തി അല്ലേ? ഇതാണ് ടേസ്റ്റ്. സോറി, എന്റെ മിസ്റ്റേക്കാ. ഞാൻ മര്യാദക്ക് മിക്സ് ചെയ്തില്ല. ഷുഗർ സിറപ്പ് താഴെയായിരുന്നു. മിക്സ് ചെയ്ത് കഴിച്ചപ്പോ അടിപൊളി അല്ലേ? എന്നാലും അത് കമ്പാരിറ്റീവ്ലി കുറവാട്ടോ. എന്നാലും എനിക്കുള്ള മധുരവും ഇത് ഫുൾ തീർത്തോളും മാഡം, അത് ഉറപ്പാ. ഇതിന്റെ ബട്ടൺസ് കണ്ടാ? ലിഫ്റ്റിന്റെ ഒരു ഹോളോഗ്രാം പോലെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോലെ ഇല്ലേ? അതന്നെ. എന്റെ കണ്ണിന്റെ കുഴപ്പമില്ലല്ലോ. ആയിരിക്കും ചിലപ്പോ. വന്നപ്പോ അല്ലേ നമ്മള് വേറെ ഏത് എൻട്രൻസിൽ കൂടെ വന്നത്. ഭയങ്കര സൈലൻസ്. ടവറിലെ ടിക്കറ്റ് ഇന്നത്തേക്ക് സോൾഡ് ഔട്ട് ആയി പോയി. പക്ഷെ ഒന്നുമില്ല, വെറുതെ ഒരു വ്യൂ പോയിന്റ്. ഇതൊക്കെ ഒറ്റ ഫ്ലോറേ ഉള്ളു. ഇത് എന്താ മോളെ ഇത്? ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ ബ്രാൻഡഡ് ആയിട്ടുള്ളത്. ലൂയി വിത്തോണും ബർബറിയും. നോക്കാം, ഇത്രയും വലിയ മോൾ എന്താ സംഭവം നോക്കണ്ടേ? ഡിയോറും. ഇത് പെർഫ്യൂമിന്റെ ഷോപ്പല്ലേ? ഒരിക്കലും ഇമാജിൻ ചെയ്യോ? ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാർ വന്ന് മണം കണ്ട് വീണ് സാധനം വാങ്ങിക്കൊണ്ട് പോകും. സത്യോ? സത്യോ? പെർഫ്യൂം ഷോപ്സ് ഒക്കെ ഇങ്ങനെ വേണം വെക്കാൻ. ഭയങ്കര കോൺസെപ്റ്റ് ആയി പോയി. ഇവിടെ എനിക്ക് ശരിക്കും മണം കിട്ടുന്നുണ്ട്. നല്ല പെർഫ്യൂം. ക്രീഡ് എന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡ്. അത് ടൈം ഇൻ ദ മോൾ. എന്താ ഇപ്പൊ കേൾക്കുന്നത്? എന്താ ഇപ്പൊ കേൾക്കുന്നതെന്നോ? സൈലൻസ്. ഇതുവരെ ലോകത്ത് ഏതെങ്കിലും മോളിൽ പോയി സൈലൻസ് കേട്ടിട്ടുണ്ടോ? അപ്പം അത്രയും ഒരു ഹൈ എൻഡ് മോളാണ്. അവിടെ കാണേണ്ട കാഴ്ചയാണ്. ആ കൂടെ കുറച്ച് ഷോപ്സേ ഉള്ളൂ എക്സ്ട്രീംലി ഹൈ എൻഡ്. ദുബായ് മോൾ പോലെയൊന്നുമല്ല. ദുബായ് മോളിലൊക്കെ മിക്സാണ്. ഇവിടെ ഉള്ളി ഹൈ എൻഡ്. പക്ഷേ ഫുഡ് കോർട്ട് ഭയങ്കര ഓക്കെയാണ്. നമുക്ക് വന്ന് കാണണ്ടാണ്. ഗൂച്ചി കണ്ടാൽ ഞെട്ടിപ്പോവും. അകത്തൊരു വേറൊരു ലോകം പോലെയാണ്. ഞാൻ ഇവിടുന്ന് വെളിയിൽ നിന്ന് കണ്ട്. സൂപ്പർ മോൾ അല്ലേ? ഇതിന്റെ അടിയിലേക്കുണ്ട്. നമ്മൾ മേളിലാണ് വന്ന് കേറിയത്. അടിയിലേക്കൊക്കെ കുറെ ഷോപ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാം ഭയങ്കര സംഭവങ്ങളായിട്ടുള്ള ഷോപ്പാ. അതാണോ? എന്നെ പോലെ സംഭവമല്ല. എന്താന്ന് പറ്റില്ല പറയാ. പോയിക്കോ. ഇതൊക്കെ ഒരു മിനിമം ഒരു ഇതൊക്കെ വേണം, ഒരു വൈബ് ഒക്കെ വേണം. ഇവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യണം. ഇവിടെ വൈബ് ഒന്നുമില്ല, ഇവിടെ ഫുൾ സൈലൻസ് ആണ്. അതാണ്, അതൊരു വൈബാണ്. അത് എൻജോയ്. എന്നെയും ജെഫ്രിനൊക്കെ പോലത്തെ ആൾക്കാരായിരിക്കടാ. ജെഫ്രിന് പറ്റിയ മോളാ ഇത് കേട്ടാ. സൈലൻസ് ഉള്ള മോളാ. അതെ, അധികം നടക്കും വേണ്ട. അതെ. അതെ, അടുത്ത വൈബുള്ള ആള്. ഈ ലോഹയ്ക്ക് തന്നെ വരുമ്പോഴാ 1 ലക്ഷം രൂപ. അതിനെക്കാട്ടി അത് പ്രിയയുടെ കഫ്താന. പിന്നെ പ്രിയ ഡിസൈൻ ചെയ്ത കഫ്താൻ കൊള്ളൂലേ? നല്ലതല്ലേ? ഇത് ഇവിടെ തൂക്കിയിട്ട് ഇപ്പൊ 1 ലക്ഷം രൂപയ്ക്ക് പോകും. ഞാനും കൂടെ നിക്കാം ഇങ്ങനെ. അത് വേണ്ട, അപ്പൊ വിൽക്കില്ല. അപ്പൊ വിറ്റൂല. കണ്ടോ ഈ ഡ്രസ്സിന്റെ ഗുണം എന്താന്നറിയോ? ഇതിന്റെ ഒരു സ്റ്റൈലാണ്. ഇതിന്റെ ബാക്ക് നോക്ക്, കണ്ടോ? ഇതിപ്പോ ആരിട്ട് തരും? ബാക്കിലത്തെ ബട്ടൺസ് ആരിട്ട് തരും? അത് ബട്ടൺ തുറന്ന് ഞാൻ കഴുത്ത് കയറിയാ പോലെ തിരിച്ചാരിടും. ഫുൾ ഊരില്ലല്ലോ. 2 ഭാഗത്തെ ബട്ടൺ. ആരുടെ ഡിസൈനാ? അതാണ് തല. പ്രിയനെ പോലെ തന്നെ ഡ്രസ്സും തലയിരിഞ്ഞിരിക്കുന്നത്. കണ്ടോ? ബാക്കിൽ ഒരു ടൈയും വരും, കണ്ടു, ബട്ടണും വരും. ഓ, ഇങ്ങനത്തെ ഡിസൈൻ ഒക്കെ ഉണ്ടല്ലേ? നമ്മൾ വേറെ ചിന്തിക്കണം, വേറിട്ട്. എനിക്ക് അടുത്ത വിന്റർ ട്രിപ്പ് പോകാൻ പറ്റിയ ജാക്കറ്റ്. പക്ഷെ ഭയങ്കര വണ്ണം തോന്നിക്കും. അതൊന്നും കുഴപ്പമില്ല, തണുപ്പെടുക്കില്ലല്ലോ. സൂപ്പർ അല്ലേ? ഇത് എനിക്ക് വാങ്ങിച്ചു തന്നാ ഞാൻ വരാം. ഒരു നിർബന്ധമില്ല. ഫിൻലൻഡിലേക്ക് ഇവിടെ വരണ്ട, ഞാൻ പോയിക്കോളാം. നമുക്ക് അവിടെ പോണ്ടേ? എവിടെ? മറ്റേ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പോണ്ടേ? പിന്നെ അപ്പൊ ഈ ജാക്കറ്റ് വാങ്ങിയാ മതി. 3.5 ലക്ഷം രൂപ വരും. അകത്തൊന്നും ഇടണ്ടല്ലോ. ആറി നിൽക്കും കേട്ടോ ഈ മോള്. എല്ലാം വാച്ച്, എല്ലാത്തിനും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഉണ്ട്. സൂട്ട് കേസിന് ട്യൂമി എന്ന് പറയുന്ന സംഭവം ഉണ്ട്. വാച്ചസിന് കണ്ട ഓഡോമ പിക്വരും ഉണ്ട്. ആ സമയത്ത് അടിയിൽ ഹ്യൂബ്ലോ ഉണ്ട്. അതിന് എല്ലാ ഷോറൂമും ഭയങ്കര ഭംഗിയാണ്. ജസ്റ്റ് ഇതൊക്കെ കണ്ടുകൊണ്ട് നടന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഓരോന്നായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങണം. അതാണ് ആഗ്രഹം. നമ്മൾ അടുത്ത സ്ഥലം പോവാ, തൈവാന്റെ എസൻസ് ക്യാപ്ചർ ചെയ്യാൻ. പക്ഷെ വേറെ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, മാഡ് ഫോർ ഫുഡ്. ഇത് നോക്ക്, ക്യൂ നോക്ക്.
എനിക്കൊന്ന് 150 പേരെ കണ്ടാണ് തോന്നുന്നു ക്യൂ. ഈ 150 കൂപ്പൺ നമ്പർ ആണോന്നും അറിയില്ല. എൻ്റെ അമ്മോ, ഫുഡിനോടുള്ള പ്രേമം, മൈ ഗോഡ്. നിങ്ങൾ നിൽക്കുമോ ഇതുപോലെ 2 hours 3 hours ഒക്കെ ക്യൂവിൽ ഫുഡിന് വേണ്ടി? ഞാൻ ഇതുവരെ കേരളത്തിലൊക്കെ, ഇന്ത്യയിൽ മേ ബി കേരളത്തിൽ ഇന്ത്യയിൽ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലം. ക്രിസ്മസ് ആയതുപോലെ ഉണ്ട്. ക്രിസ്മസ് കംസ് ഏർലി ഇൻ തൈവാൻ. മൈ ഗോഡ്, സോ ബ്യൂട്ടിഫുൾ. അതും ബാക്കിൽ നമ്മുടെ ബിൽഡിംഗും ഇതൊക്കെ ഹെവൻ വരെ എത്തുന്ന പോലെ ഉണ്ട്. മുകളിൽ നോക്കാൻ ലൈറ്റിന്റെ മുകളിൽ ക്ലൗഡ്സ് കൂടെ വന്നു കഴിയപ്പോ സന്തോഷം നോക്കൂ. അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന മെട്രോ വഴിയാണ്. പക്ഷെ ആ ഇമേജ് നോക്കിക്കോ കേട്ടാ, കണ്ട വേറെ കുട്ടിയായി. കൊള്ളാം അല്ലേ? പേജ് മാറുന്നു അല്ല മാറും അത് വേറെ ആളെ. അത് കൊള്ളാല്ലേ? ലാസ്റ്റ് ഫുൾ മുഖം മാറും, പിന്നെ എക്സ്പ്രഷൻസ് മാറും. അങ്ങനെ പ്രിയൊക്കെ ആണെങ്കിൽ എത്ര പേജ് വേണം ഇങ്ങനത്തെ ഒരു ബുക്ക് ആണെങ്കിൽ? 100 കൂട്ടം എക്സ്പ്രഷൻസ് അല്ലേ? നവരസങ്ങളാണ്. അത് കുറവാ. എന്തോ തൈവാനിലെ ഭയങ്കര സംഭവമാണ്. നമ്മൾ പോകുന്നത് നൈറ്റ് മാർക്കറ്റ്. തൈവാനിലാണ് വേൾഡിലെ ബെസ്റ്റ് നൈറ്റ് മാർക്കറ്റ്സ് ഉള്ളത്. ജപ്പാനിലൊന്നും ഇല്ല, തായ്ലൻഡിലുണ്ട്, പക്ഷെ ഇവിടെ ഉള്ളതിന്റെ അത്രയും വേറെ എവിടെ ഇല്ലാന്നാണ് കേട്ടിരിക്കുന്നത്. സോ അതും കൂടെ പോവാം, എന്നാലേ നമുക്ക് ഒരു ഫസ്റ്റ് ഡേ ഓഫ് തായ്ലൻഡ് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. നേരെ ഇവിടുത്തെ ഓരോ മെട്രോ സ്റ്റേഷൻ ഉണ്ടല്ലോ, ഞങ്ങൾ പോയ അത്രയും വെച്ച് നോക്കുമ്പോൾ ഓരോ മെട്രോ സ്റ്റേഷനിലും ഓരോ അട്രാക്ഷൻസ് ഉണ്ട്. ആൻഡ് ഇത് നേരെ എക്സിറ്റ് നമ്പർ 1 എടുത്തു കഴിഞ്ഞാൽ ഷിലിൻ നൈറ്റ് മാർക്കറ്റ്. ആൻഡ് നൈറ്റ് മാർക്കറ്റിൽ ഇവിടുത്തെ സംഭവം എന്തായിരിക്കും? ഫുഡ്, നോട്ട് ഷോപ്പിംഗ്. എന്താ പറയുക, നവരസങ്ങൾ പെട്ടെന്ന് പറയും. ഹാപ്പിനെസ് ടു സാഡ്നെസ് ടു ആങ്കർ. നൈറ്റ് മാർക്കറ്റിൽ തിരക്കാണ്. ഇതിൻ്റെ അകത്ത് പോയി എന്ത് എക്സ്പ്ലോർ ചെയ്യാൻ? എന്തായാലും ഫുഡാണ് ഇവിടുത്തെ മെയിൻ എന്ന് എനിക്കറിയാം. ഷിഫിൻ നൈറ്റ് മാർക്കറ്റ് അല്ല, സോറി, ഷിലിൻ നൈറ്റ് മാർക്കറ്റ് എന്നാണ് പേര്. അതിൽ തന്നെ ഫുഡ് തന്നെയാണ് അവിടെ അതിൻ്റെ മെയിൻ സിമ്പിളായിട്ട് വെച്ചിരിക്കുന്നത്. ഫുഡും ഗിഫ്റ്റും. പ്രിയ, ഇത് ക്യൂവാ. ഏതോ ഒരു ഫുഡ് സ്റ്റാളിന്റെ ക്യൂവാ. വേണമെങ്കിൽ ഇവിടെ കയറി നിന്നോ. എന്റെ എൻഡ് റിസൾട്ട് എന്താണെങ്കിൽ ഞാൻ കഴിച്ചോളാം. വാ നോക്ക് എന്താ സംഭവം. പ്രിയ, സ്വീറ്റ് പൊട്ടാറ്റോ ബോൾസ്. ഫസ്റ്റ് ഫുഡ് കണ്ടു തന്നെ വീണ്ടും സ്വീറ്റ് പൊട്ടാറ്റോ. അതെന്തായാലും ഒന്ന് വാങ്ങണം. പ്രിയയുടെ വീക്ക്നെസ് ആണല്ലോ. ഞാൻ ഇത് എന്തിന്റെ ക്യൂ ആണ്? ഒന്ന് പോയി തപ്പണല്ലോ. ഇത് കഴിഞ്ഞിട്ടില്ല, ഇത് മൊത്തം ക്യൂ ആണ്. എന്തിനാണ് ഞാൻ നോക്കിട്ട് വരാം. കഴിഞ്ഞിട്ടില്ല കേട്ടോ ഈ ക്യൂ. ഇത് അവിടെ നിന്ന് തുടങ്ങിയതാണ്, ഇവിടം വരെ ആയിട്ടും കഴിഞ്ഞിട്ടില്ല. ഇത് എന്താന്ന് ഇങ്ങനെ കണ്ടുപിടിക്കും? മൊത്തം ക്യൂ എന്തിൻ്റെയാന്ന് അറിയോ? മൊത്തം ക്യൂ ഈ കാണുന്ന ഡിയർ ഫ്ലവർ കേക്കിന്റെ ആണ്. എന്താ ഇത്ര സംഭവം എന്ന് അറിയില്ല. എല്ലാരും ക്യൂ നിൽക്കുമ്പോൾ എനിക്കും കയറി കഴിക്കാൻ തോന്നുന്നു. ഇത് എന്തോ എന്താന്നൊരു ഐഡിയ ഇല്ല. പിന്നെയുള്ള രണ്ടാമത്തത് ഈ ഫ്രൈഡ് ചിക്കൻ ആണ്. തൈവാനിലെ മെയിൻ തിങ് ഫ്രൈഡ് ചിക്കൻ ആണ്. അതിൻ്റെ എനിക്ക് കാണിക്കാൻ പോലും പറ്റുന്നില്ല. ഈ വലിയ വലിയ പീസസ് ഓഫ് ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുക്കും. അതിൻ്റെയാണ് ആക്ച്വലി തിരക്ക്, അല്ലാതെ ഡെസേർട്ടിൻ്റെ അല്ല. ഡെസേർട്ടിനും തിരക്കുണ്ട്, ഇതിനും തിരക്കുണ്ട്. അയ്യോ, കഴിക്കണം ഭയങ്കര ആഗ്രഹം. എൻ്റെ തലയുടെ അത്രയും വലുതാണ്. എനിക്കോ വലിയ തലയാണ്, അതിനെ കാട്ടി വലുതാണ് ഈ ഫ്രൈഡ് ചിക്കൻ. എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കഴിക്കണം എന്നുണ്ട്, ക്യൂ നിൽക്കാനും വയ്യ അല്ലേ. വാ, ഇവിടെ വന്ന് നോക്ക്, എന്തൊരു നല്ല മണം വന്ന്. ഇത് പാല് കട്ടയാക്കിയിട്ട് ഫ്രൈ ചെയ്യുന്നതാണ്. ടേസ്റ്റ് നോക്കണോ? എന്താ എല്ലാത്തിനും ഒരു തല ഉൽക്കല്. യാത്ര ചെയ്തിട്ട് കുറെ ആയല്ലോ, അപ്പൊ ആക്രാന്തമായിരിക്കും അല്ലേ. നോക്കാം, നമുക്കെല്ലാം ട്രൈ ചെയ്യണ്ടേ. ചിക്കനോ ട്രൈ ചെയ്തില്ല. പാൽ അവർ ഏതൊരു ബാറ്ററിൽ മുക്കിയിട്ട് എന്നിട്ട് ഫ്രഷ് ആയിട്ട് ഫ്രൈ ചെയ്യുന്നതാണ്. മിൽക്ക് മെയ്ഡ് ആണോ? മിൽക്ക് മെയ്ഡ് അല്ല, പാലാണ്. എന്തിലാ മുക്കിയ? അത് ചിലപ്പോ മിൽക്ക് മെയ്ഡിലായിരിക്കും. ഞാൻ തരില്ല കേട്ടോ, നല്ലതാണെങ്കിൽ ഉറപ്പാ. പ്രത്യേകം പ്രിയനെ കണ്ടപ്പോ പറഞ്ഞതാ, ആക്രാന്തം പാടില്ല, ഭയങ്കര 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 ചൂടാന്ന് 3 തവണ പറഞ്ഞു. വെരി 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 ഹോട്ടാ അത്. അപ്പൊ ഇത് പിടിച്ച് നടക്കാം, ഈ തണുപ്പത്ത് ഇത് ആറും. ഇതും പിടിച്ചോണ്ട് നടക്കാനോ? തൈവാൻ ഒരു സംഭവം കേട്ടാ. ബാക്കിൽ നോക്ക്, ബിൽഡിങ്ങിനകത്ത് ബോള് വരുന്നത്. തള്ളി പുറത്തേക്ക് വന്നു. അറിയാ, ഞാൻ കുറച്ച് കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട് അറിയാ? ഞാൻ പറയട്ടെ, അഭിപ്രായം പറയട്ടെ. ഇവിടെ തന്നു. ഇറ്റ് സ്മെൽസ് സോ ഗുഡ്. മധുരം ഉണ്ടോ? നമ്മുടെ പാൽഗോവ അല്ല, പാലട ഇല്ലേ, പാലടയുടെ പാല് മാത്രം കട്ടിയാക്കിയിട്ട്
മുകളിലൊരു ക്രിസ്പി കോട്ടിങ് കൊടുത്ത് എങ്ങനെയിരിക്കും അതാണ് സംഭവം. പാലട ഈ ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോൾ കുറച്ച് കട്ട പിടിക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന്റെ അകത്ത്. ഓക്കെ ഓക്കെ. എന്നിട്ട് ഇങ്ങനെ എടുത്ത് ഒരെണ്ണം മതി 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 ഞാൻ കഴിച്ചോക്കട്ടെ. I love Taiwan. From the memorials to the temples to the malls to the street food. 7-Eleven കിടക്കുന്നേ ഉള്ളൂ ഇനി. കൊടുക്കാം. ഏതൊന്നും ഒരു അമ്മ സ്നേഹം. എന്താ റിവ്യൂ എവിടെ ചൂടായിരുന്നില്ലേ പ്രിയ? എനിക്ക് ഒരെണ്ണം കൂടെ വേണം. പിന്നെ നടന്നേക്കോട്ടെ. കൊറേ ഭയങ്കര ടേസ്റ്റ്. അകത്ത് ചൂടുണ്ട്, പുറത്ത് ക്രിസ്പിനെസ്സും ഉണ്ട്, പാലിന്റെ ഒരു പറഞ്ഞ പായസത്തിന്റെ ഫ്ലേവറും ഉണ്ട്. ഒരെണ്ണം കൂടെ വേണം. പിന്നെ 2 എണ്ണം കൂടെ. ഒരെണ്ണത്തിന് 3 എണ്ണം കിട്ടുള്ളൂ. മതി. തായ്വാനിൽ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും പോപ്പുലർ തിങ് ഇസ് ദിസ് നൈറ്റ് മാർക്കറ്റ്. അതെന്തായാലും നമ്മൾ വന്നിരിക്കുന്നത് ഷീലിൻ നൈറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാണ്. ഇവിടെ കുറേ ഉണ്ട്. നമ്മളിപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഷീലിനാണ്. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഓരോരോ നൈറ്റ് മാർക്കറ്റിൽ പോകണം. ഇവിടെ എന്താണെന്ന് അറിയോ പ്രിയ, നമ്മൾ തന്നെ മീൻ പിടിച്ചിട്ട് ചെമ്മീൻ പിടുത്തോ ഇതിവിടെ കോമണാ. പിടിച്ചിട്ട് അവർ നമുക്ക് ഫ്രൈ ചെയ്ത് തരും. തുടങ്ങി പൈസ കളയാനുള്ള എല്ലാ പരിപാടിയും ആയിട്ടുണ്ട്. ആദ്യമേ അടുത്ത ആൾ ഇറങ്ങും. ജയിക്കോ അതും ഇല്ല. ഇതിനെക്കാട്ടി പേരെ പൈസ കൊണ്ട് ഞാൻ ആ ടോയ് വാങ്ങിത്തരാം. എന്താ ജയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലല്ലേ റിസ്ക്, ഇത് കളിച്ച് ജയിക്കുന്നല്ലേ. ഇറങ്ങി ഒരാള് എടുക്കല്ലേ. ഇത് ഭയങ്കര വെറൈറ്റി നൈറ്റ് മാർക്കറ്റാ പ്രിയ. കൊറേ ഗെയിംസ് സംഭവമൊക്കെയാ കൂടുതല്. ഫുഡൊന്നും ഇല്ലേ? ഞാൻ ഭയങ്കര ഫുഡല്ലേ എനിക്ക് ഇഷ്ടായി. പ്രിയയുടെ ടൈപ്പാ ഇത്. കുറച്ച് ഷോപ്പിങ്ങും കൊറേ ഗെയിംസും വേദുവിനും പ്രിയക്കും പറ്റിയതാ. ദില്ലുവിനും കാണും. ഫുഡില്ലാതെ എന്താ നൈറ്റ് മാർക്കറ്റ്. ട്രൈ ചെയ്തോ കേട്ടാ. തോറ്റാലും കുഴപ്പമില്ല, എൻജോയ് ചെയ്താ മതി. ചുമ്മാതല്ല, ഈ ബലൂൺ ഹാർഡല്ല, എന്നാലും ഓക്കെ സ്പോഞ്ച് പോലെയാ. കുഴപ്പമില്ലായിരുന്നോ? എവിടേക്കാ പ്രിയ അറിയുന്നേ? ഒരു ഫോമായി. പയ്യെ നോക്കി എറിഞ്ഞാ മതി. എറിയ ശക്തിയിൽ എറിയ എന്റെ പ്രിയ. അയ്യോ, എനിക്കൊന്നും അയാൾ അറിഞ്ഞോണ്ട് അത് ചിലപ്പോ ടൈറ്റ് ആയിരിക്കുമായിരിക്കും. ഒരെണ്ണം കൂടെ ഇടണം. കമാൺ. തൈവാൻ തുടക്കം തന്നെ അടിപൊളിയാവട്ടെ. ഇത് കംപ്ലീറ്റ് ഗെയിംസാ. പൈസ വെറുതെ കളയാനുള്ള കംപ്ലീറ്റ് സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഫുൾ പൈസ കളയാനുള്ള സെറ്റപ്പാണ്. അത് ഡക്കിന്റെ തല കറങ്ങും. ഒന്നും കളിക്കണ്ട, വന്നോ മതി. 1 കിട്ടിയില്ലെങ്കിൽ 3 കിട്ടും എന്നാ പറയാ. നോക്കി പഠിക്കുവാണോ പ്രിയ? ഈസിയാ. എന്റെ പൈസ ഇല്ല, കാർഡ് മാത്രമേ ഉള്ളൂ. പൈസ ഇല്ല എന്റെ കയ്യില്, 1 രൂപ പോലും ഇല്ല. ഫുൾ കാർഡാ. ഉള്ള പൈസ മൊത്തം ഗെയിം കളിച്ചും കോയിനിട്ട് തീർന്നു. ഇത് കണ്ട, ബോള് റോൾ ചെയ്തിട്ട് അതിന് മുകളിൽ കൊണ്ട് നിർത്തണം. എന്നാ ഒരു ഗിഫ്റ്റ് കിട്ടും. അപ്പൊ തിരിച്ചു വരില്ലേ? ആരോ ജയിച്ചു? ആ പയ്യനെ ജയിച്ചു കേട്ടാ. പയ്യൻ കറക്റ്റ് ആയിട്ട് ഇട്ടു. അമ്മോനെ എറിഞ്ഞോ കേട്ടാ. എറിഞ്ഞോ? അയ്യോ കുഴപ്പമില്ല കേട്ടാ. എറിയോ? ഇനി അടുത്ത ഇവിടുന്ന്. എറിഞ്ഞോ? Two more, come on, go. അടുത്ത് എറിഞ്ഞോ? ഓ ശരിക്കും അറിയാമോ? അടുത്ത് പോയി എറിയാ. come on. ഓ ലാസ്റ്റ് കുഴപ്പമില്ല കേട്ടാ. എറിഞ്ഞോ? അടി പറഞ്ഞ എടുത്തോ. അതെ, അടുത്ത് എറിഞ്ഞോ? ഓ ഫിനിഷ് ഓവർ. എറിഞ്ഞോ? വെറുതെ എറിഞ്ഞോ? ഓക്കെ ബാ ഫിനിഷ്. ഏതെങ്കിലും എടുത്താ വേദു അവിടെ.
ഹാപ്പിയായി. എന്തെങ്കിലും ആവട്ടെ. ആണേ പറയാ ഇനി കളിക്കരുത്, ഇനി ഫുഡിനുള്ള പൈസയും കൂടെ ഉള്ളൂ. ആ ഏതെങ്കിലും ഒറ്റ ബലവും പൊട്ടിച്ചാൽ മതി. ഇത് പ്രിയ അന്തം വിട്ടു. വെറുതെ പ്ലേ ഓൾറെഡി ഗിഫ്റ്റ് കിട്ടിയത്. പൊട്ടിക്ക 2 എണ്ണം പൊട്ടിച്ച ഇനിയും കിട്ടുമായിരിക്കും. 2-3 ഗിഫ്റ്റ് കിട്ടും ചിലപ്പോ. അതിന് പ്രിയനെ എറിഞ്ഞോ? എനിക്ക് വേണ്ട. എറിയ, അവർക്ക് വേറെ കസ്റ്റമേഴ്സ് ഉണ്ട്. എന്തൊരു എക്സൈറ്റ്മെന്റ്. ഓ ലാസ്റ്റ് വൺ. ഏതെങ്കിലും ഒരു ഡോൾ എടുത്തോളാൻ. ഈ സൈഡിലുള്ള ഡോള്, ഈ സൈഡ് വേദു അതല്ല ഇത്. യാതൊന്നും കളിച്ചില്ല. ആവശ്യത്തിന് കിട്ടിയല്ലോ. ഇതിന്റെ പ്രശ്നം അറിയോ? തൈവാൻ തുടങ്ങിയിട്ടുള്ളൂ. തൈവാൻ മൊത്തം ഈ ഗെയിംസും വൈബുവാ. അത് പോയി എടുത്താ. തൈവാനല്ലേ, കുഴപ്പമില്ല. അതെ, എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് നമുക്ക് റൂമിലേക്ക് പോയാലോ? ഇരുന്നൊന്നും കഴിക്കാൻ സൗകര്യമില്ല. ഫുഡ് ബ്ലോഗ് എന്തായാലും വന്ന് ചെയ്യണല്ലോ സൂപ്പർ മാർക്കറ്റില്. അതാ നല്ലത്. അത് നമ്മുടെ ഹോട്ടലിൽ താഴെ പോയി ഇരുന്ന് കഴിക്കാം. എന്നാ പറ്റുന്നുണ്ട. ഈ തിരക്കിൽ നമ്മൾ എങ്ങനെ ഇരുന്ന് കഴിക്കും? എന്താ ഇത്? ഇരിക്കാനും സ്ഥലമില്ല, ഒന്നുമില്ല. ഇത് ബാക്കിൽ അമ്പലമോ? നൈസ് നോ. അതും കൂടെ കണ്ടിട്ട് പോവാം. എവിടെ പ്രിയ? എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? അമ്പലത്തിന്റെ നട എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുന്ന് ബീഫും ചിക്കനും പോർക്കൊക്കെ ഇരുന്ന് കഴിക്കുന്നു. ഒന്ന് നോക്ക്. ആ ഡെഡ്പൂളിന്റെ സ്വാഡ് അത് കേട്ടാ. അമ്മയാണ്. അല്ലല്ല, ശരിക്കും അങ്ങനെയാ പറഞ്ഞത്. മനസ്സിലായില്ലേ? തൈവാനിലെ ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരക്ക് മനസ്സിലാകുമ്പോൾ അറിയാലോ. ലോക്കൽസും ഫോറിനേഴ്സും ടൂറിസ്റ്റും എല്ലാവരും വരുന്നത്. ഹൗ പോപ്പുലർ ദിസ് നൈറ്റ് മാർക്കറ്റ്സ് ആർ ഇൻ തൈവാൻ. എനിക്ക് കാണിക്കണം എന്നുണ്ട്, പക്ഷേ ഈ തിരക്കിൽ നിങ്ങൾ ഒന്നും കാണിക്കാൻ പറ്റില്ല. വേറൊരു ദിവസം വന്ന് കാണിക്കാവേ. ഇത് നോക്കും, മൊത്തം സ്ക്വിഡായിട്ടൊക്കെയാണ് ഗ്രിൽ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ടെമ്പിൾസിന്റെ പുറത്താണെങ്കിൽ പൂ വെക്കുകയാണെങ്കിൽ ഇവരുടെ നാട്ടിന്റെ പുറത്ത് സ്ക്വിഡും പോർക്കും ബീഫും ചിക്കനുമാണ്. അതിന്റെ മണവും ആണ് കിട്ടുക. ഇതാണ് ഞാൻ പറഞ്ഞ തിരക്ക്. പക്ഷേ അതിനെക്കാട്ടി അത്ഭുതം അമ്പലം ഓപ്പണുമാണ്. ഓപ്പൺ ആയിട്ടുള്ള അമ്പലം അതുമല്ല. സമ്മതിക്കണം. അതേപോലെ തൈവാൻ സോ ലിബറൽ. സോ ലിബറൽ. എന്തായിരുന്നു അല്ലേ? എന്തായിരുന്നു അവിടെ ബഹളം? പൂരം. ഇതൊരു കാർണിവലാണ്. നൈറ്റ് മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഫുഡ്, ഗെയിംസ്, ഷോപ്പിംഗ്, വൈബ്. ഇവിടെ കുട്ടികളെ കാട്ടി പട്ടികളെ ഞാൻ പ്രാമി പോകുന്ന കണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് 7-11 പോയി കഴിക്കാം. ഭയങ്കര ടയേർഡാണ്. ഫുഡ് ആദ്യമായിട്ട് ഫുഡ് മാർക്കറ്റിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് വ്ളോഗ് തൈവാൻ മനസ്സിലാക്കിയിടത്തോളം ഫുഡാണ് മെയിൻ. അതെ അല്ലേ? ഡാൻസ്, ഷോപ്പിംഗ്, ഫുഡാണ് മെയിൻ. അതെ. ദില്ലുവിന് പറ്റിയ സ്ഥലം. ആൾക്കാർ ഇങ്ങനെ ക്യൂ ആ. അതെ അല്ലേ? ഭയങ്കരമാണ്. പോവാം. ഗൈസ്, അപ്പോൾ തിരിച്ച് റൂമിലേക്കൊക്കെ എത്തി. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ ഓഫ് തൈവാൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് ഒരു ഓവറോൾ ഫീല് കിട്ടി കാണുമല്ലോ. നാളെ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വൈബുള്ള ഏരിയ പോകാനാണ് പ്ലാൻ. സോ വേഗം കൺക്ലൂഷൻ എടുക്കട്ടെ. എഡിറ്റ് ചെയ്ത് താളത്തിന് ഇടാനുള്ളതല്ലേ, ഇത് ഡെയിലി വ്ളോഗ്സ് അല്ലേ. സോ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേയ്സ് വ്ളോഗ്. എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. തൈവാൻ വ്ളോഗ് മിസ് ചെയ്ത്, കാരണം കുറേ യൂണീക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഐ ജസ്റ്റ് വാണ്ട് മോർ പീപ്പിൾ ടു നോ അബൌട്ട് തൈവാൻ ആൻഡ് കം ഹിയർ ആൻഡ് എൻജോയ്. സോ മാക്സിമം ഫൺ രീതിയിലുള്ള വ്ളോഗ്സ് ആയിരിക്കും ചെയ്യുന്നത്. സോ ദാറ്റ് പീപ്പിൾ വിൽ ഫീൽ ലൈക്ക് നിങ്ങൾക്ക് ഇവിടെ വെക്കേഷൻ പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നാളെ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.